നമസ്കാരം. RSS മേധാവി ഡോക്ടർ മോഹൻജി ഭഗവത് ഇപ്പോൾ കേരള സന്ദർശനത്തിലാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് 5 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് കേരള സന്ദർശന പരിപാടി ഉണ്ട് എന്നറിയുന്നു. സുദർശൻജി, ഈ RSS മേധാവി പതിവില്ലാതെ എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ അടിക്കടി സന്ദർശനം നടത്തുന്നത്? അദ്ദേഹത്തിൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും അതുപോലെ സാംസ്കാരിക പരിപാടികൾ അതിൽ സംബന്ധിക്കുന്നതിനുമായിട്ടാണ് RSS മേധാവി കേരളത്തിൽ ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായി എത്തുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് കേരളത്തിലെ ഏലകൃഷിയോ കാപ്പിത്തോട്ടോ ഒന്നുമില്ലല്ലോ. അപ്പം അദ്ദേഹം RSS എന്ന സംഘടനയുടെ ദേശീയം എന്ന് പറയാൻ പറ്റില്ല, അന്തർദേശീയ ഉത്തരവാദിത്തമുള്ള ആളാണ്. സർസംഘചാലകം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പം അദ്ദേഹം കേരളവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങളിൽ RSS സജീവമാകേണ്ടതുണ്ട് എന്ന പ്രാഥമിക ലക്ഷ്യം വച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക പരിപാടികളിൽ സജീവമാകുന്നത്. അതിലൊക്കെ തന്നെ അദ്ദേഹം രാഷ്ട്രധർമ്മത്തെക്കുറിച്ചും സനാതന മൂല്യങ്ങളെക്കുറിച്ചും ഹിന്ദു ഐക്യത്തെക്കുറിച്ചും സാമുദായിക ഐക്യത്തെക്കുറിച്ചുമൊക്കെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പങ്കെടുത്ത 2 പ്രധാനപ്പെട്ട പരിപാടികൾ, ഒന്ന് തപസ്യയുടെ പരിപാടിയായിരുന്നു, കലാസാംസ്കാരിക മേഖലയായ തപസ്യയുടെ പരിപാടിയായിരുന്നു. രണ്ടാമത്തേത് ചെറുകോൽപ്പുഴ ഐരൂർ ഹിന്ദു മഹാപരിഷത്ത് മഹാസമ്മേളനമായിരുന്നു. ഈ 2 പ്രധാനപ്പെട്ട പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഇനിയും കുമാർജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും ചില സാംസ്കാരിക പരിപാടികളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ കൂട്ടായ്മകളിലുമൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം കേരളത്തിലേക്ക് അടിക്കടി വരുന്നത് എന്താണ് എന്നൊരു സംശയമാണ് നമുക്ക് പൊതുവെ ഉണ്ടായത്. നമുക്കും ഉണ്ടായി അല്ലേ? കാരണം ഇതിനു മുൻപ് ഒരു സർസംഘചാലകം ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് കേരളത്തിൽ വന്നു പോയിട്ടില്ല പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട്. അന്നും ഈ പരിപാടികളൊക്കെ ഉണ്ട്, സാംസ്കാരിക പരിപാടികളുണ്ട്. കേരളത്തിൽ ശക്തമായി തന്നെ ശാഖാ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു കേന്ദ്രമാണ്. എന്നിട്ട് പോലും ആരും അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പങ്കെടുത്തതായിട്ട് അറിവില്ല. ഇപ്പോൾ ഈ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ദേശീയ തലത്തിൽ തന്നെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉറ്റുനോക്കുമ്പോൾ തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യയിൽ, തെക്കേ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും RSS കൂടുതൽ സാന്നിധ്യം അറിയിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നൊരു ബോധം, അതിൽ നിന്നായിരിക്കാം ഒരു വേള അദ്ദേഹം കേരള സന്ദർശനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിൽ എത്തിയത്. മാത്രമല്ല അദ്ദേഹം തമിഴ്നാട്ടിലും ആന്ധ്രയിലും അടക്കം തെക്കൻ സംസ്ഥാനങ്ങളിലെ പല പരിപാടികളിലും ഇനി ഭാവിയിൽ വരും മാസങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം RSS എന്ന സംഘടനാ സംവിധാനത്തിൻ്റെ രീതികൾ അത് ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിലടക്കം കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതിൻ്റെ, BJP അടക്കം ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ ശക്തി പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ നോക്കിക്കാണാം. അങ്ങനെയല്ലേ കുമാർജിക്കും തോന്നിയത്? തീർച്ചയായും. അപ്പോൾ നമ്മൾ ഈ അടിക്കടിയുള്ള സന്ദർശനം എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളൊരു തോന്നൽ, ഇതൊക്കെ ഒരു പക്ഷേ RSS ഇന്ന് പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ ഒരു 5 കൊല്ലം മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഒരു പക്ഷേ അത് അവരുടെ പ്ലാൻ അങ്ങനെയാണ്, ദീർഘവീക്ഷണമുള്ള പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീർച്ചയായും 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ വലിയ ഒരുക്കങ്ങൾ നടക്കുന്നു. അതെല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ എന്തായിരിക്കാം ദൗത്യം RSSന് മുന്നിലുള്ള, ഒരു പക്ഷേ ഇതുവരെയും പുറത്തു വരാത്ത ഒരു ദൗത്യമുണ്ടോ എന്നൊരു എന്നൊരു സംസാരമാണ് പൊതുവേ ഉള്ളത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ വലിയ സംഘടനാ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളം എന്ന പ്രാന്തം 2 പ്രാന്തങ്ങളായി മാറി, 2 പ്രാന്ത പ്രചാരകന്മാരുണ്ടാകുന്നു. അതിനുശേഷം സർസംഘചാലക് ഉൾപ്പെടെയുള്ള, ഹൊസബാളെ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇവിടെ സന്ദർശിച്ച് പോവുകയും ചെയ്യുന്നു. എന്തായിരിക്കാം ദൗത്യം? ഒന്ന് അനുമാനിക്കാൻ സാധ്യമാണ്. ദൗത്യം ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, പുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു രാഷ്ട്രീയമായ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. കാരണം സംഘ സംവിധാനങ്ങളുടെ ഒരു ഭാഗമാണല്ലോ BJP എന്ന് പറയുന്നത്, ഭരണ സംവിധാനമാണ്. ഇത്രയും കാലം ഈ 100 കൊല്ലം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇന്ത്യയിൽ ഭരണത്തിലേക്ക് എത്താനായിട്ട് തന്ത്രപരമായ ഇടപെടലിലൂടെ, കൃത്യമായ ഹോംവർക്കുകളിലൂടെ, പടിപടിയായുള്ള നടപടികളിലൂടെ ആണ് ശരിക്കും അധികാരത്തിലെത്താൻ BJPക്ക് സാധിച്ചത്. അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചത് RSS തന്നെയാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുമ്പോൾ കൂടുതൽ ഇടപെടൽ നടത്താം. കാരണം കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കുറച്ചുകൂടി ആളുകളുമായിട്ട്, ലോക്കലായിട്ട് കുറേ കൂടി ആളുകളുമായി സംവദിച്ചുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു രീതി അത് പയറ്റി തെളിഞ്ഞതാണ്, അത് വിജയിച്ച രീതിയാണ്. അപ്പോൾ അത്തരത്തിൽ താഴേക്കിടയിൽ നിന്ന് തുടങ്ങി അത് യഥാർത്ഥ രീതിയിൽ കേരളത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ മേഖലകളിലേക്കും കടന്നെത്തി ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിലെത്തിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിൻ്റെ ആദ്യപടിയായിട്ട്, ഇതിനു മുൻപും പടികൾ എടുത്തിട്ടുണ്ട്, എന്നാലും ഒരു പ്രായോഗികമായ ആദ്യപടിയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് RSSന് ഡൽഹിയിൽ കണ്ടില്ലേ, ഡ്രോയിങ് റൂം മീറ്റിങ്ങുകൾ.
നമ്മൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സംഘടന ഇത്തരത്തിലൊരു മീറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ BJP ചായ് പേ ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും ഡ്രോയിങ് റൂം മീറ്റിങ്ങുകൾ, ഒരു വീടിൻ്റെ വിസിറ്റിംഗ് റൂമിൽ ചെന്നിട്ട്, ചെറിയ വീടായിരിക്കും, ചിലപ്പോൾ ആ മുറി മാത്രമേ അവിടെ കാണുകയുള്ളൂ, സാധാരണക്കാരായ ആളുകളുമായിട്ട് ഏതാണ്ട് 50,000-ലധികം ഡ്രോയിങ് റൂം മീറ്റിങ്ങുകളാണ് ഡൽഹിയിൽ മാത്രം നടത്തിയത്, ഒരു ചെറിയ സംസ്ഥാനത്ത്. അപ്പം അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളുമായി കൂടുതൽ അടുത്തുകൊണ്ട് അവരെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക്, BJP രാഷ്ട്രീയ മേഖലയിലേക്കും തന്നെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല, ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആദ്യപടി എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഈ ദൗത്യത്തെ നമുക്ക് അനുമാനിക്കാം. ഉറപ്പില്ല, കാരണം എല്ലാവരും പറയുന്നത് പോലെ RSS എന്ത് ചെയ്യുന്നു, നാളെ എന്ത് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റന്നാൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ചുമതലക്കാർക്ക് മാത്രമേ അറിയൂ, മറ്റുള്ളവർക്ക് സാധാരണക്കാർക്ക് അറിയണം എന്നില്ല. അതെ, സാധാരണ ഈ RSSൻ്റെ മുഴുവൻ സമയ പ്രചാരകന്മാർ അങ്ങനെ രാഷ്ട്രീയം പറയുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവർ സംഘടനാപരമായ അവരുടെ ജോലി ചെയ്തു പോകുന്നുവെന്ന് മാത്രം. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഈ RSSൻ്റെ മുതിർന്ന ആളുകൾ, അതുപോലെ തന്നെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ ആ ഒരു തിരഞ്ഞെടുപ്പിൽ വ്യാപൃതരാകുന്നു. അതൊരു പ്രത്യേക കാഴ്ചയാണ് നമ്മൾ ആ കാണുന്നത്. ഇപ്പോൾ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പോൾ മധ്യപ്രദേശ്, ഈ ഹരിയാന, അതുപോലെ മഹാരാഷ്ട്ര, ഇപ്പോൾ ദില്ലി, ഇതിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ കാണുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഏറ്റവും അധികം ശാഖയുള്ളത് കേരളത്തിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ശാഖയുടെ എണ്ണം അല്ലെങ്കിൽ സംഘടനാപരമായ മുന്നേറ്റം ഇതൊന്നും രാഷ്ട്രീയമായി പ്രതിഫലിക്കാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഒരു പക്ഷേ നയങ്ങളിൽ ഉള്ള മാറ്റമാണോ? ആയിരിക്കാം. കാരണം ഈ രീതിയിലല്ല, കേരളത്തിൽ വ്യത്യസ്തമായൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം, അത് കൂടുതൽ അതേക്കുറിച്ച് പഠിച്ച് അത് ബോധ്യപ്പെട്ട് അത് ഏത് രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം, നടപ്പിലാക്കണം എന്നുള്ള ഒരു ഘടനയുടെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ കേരളത്തിൽ ഇത്തരം സന്ദർശനങ്ങൾ നടത്തുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര പ്രാവശ്യം ഇവിടെ വന്നുപോയി, അതൊക്കെ തന്നെ ഒരുതരം ആ ഒരു തന്ത്രങ്ങളുടെ ഭാഗമായി ജനങ്ങളുമായി കൂടുതൽ സംവദിക്കാനും ഇടപഴകാനുമുള്ള ആ ഒരു നയങ്ങളുടെ ഭാഗമായുള്ള രാഷ്ട്രീയ നീക്കമായിരുന്നു. അതേ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കം എന്നതിനെ വിളിച്ചാലും തെറ്റില്ല, കാരണം അത് ആ രീതിയിലുള്ള നീക്കം തന്നെയാണ്. അപ്പം സംഘത്തിൻ്റെ നേതൃത്വത്തിൽ BJP പോലുള്ള സംഘടനകൾ കടന്നു വന്ന് ഈ ഒരു ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് ജനങ്ങളുമായി അടുത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൂടുതൽ BJP അനുബന്ധ കക്ഷികളെയും അടുപ്പിക്കാനുള്ള ഒരു തന്ത്രം തന്നെ ആയിരിക്കാം ഒരു വേള നാഗ്പൂരിൽ നിന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് അദ്ദേഹം വന്നിരിക്കുന്നത്. അതേതായാലും BJPക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഘടകകക്ഷികൾക്കുമൊക്കെ ഗുണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. കാരണം നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഒരു വേള സംഘം നേരിട്ട് നിയന്ത്രിച്ച് നടപ്പിലാക്കുന്നതായി കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ നേരിട്ട് നിയന്ത്രിച്ച് അക്കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് താഴെത്തട്ടിൽ നിന്നുള്ള ആ ഒരു പ്രവർത്തന ശൈലി അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളെ നമുക്ക് ഒരു പ്രഥമ ദൃഷ്ട്യാ കാണാൻ കഴിയുന്നത്. അതായത് ഈ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ വടക്കേ ഇന്ത്യയിൽ കണ്ടതുപോലുള്ള ഒരു പ്രവർത്തന രീതി. അതെ, അതിൻ്റെ കാരണം ഇവിടെ കുമാർജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള സമീപനം ആവശ്യമാണ്. കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതികളും ആ ഒരു രാഷ്ട്രീയ നീതിബോധവും ഒക്കെ വ്യത്യസ്തമാണ്. കാരണം ഇവിടെ ഇടത് അല്ലെങ്കിൽ വലത്, UDF അല്ലെങ്കിൽ LDF എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് ഒരു വേള നമ്മൾ പലപ്പോഴും ചെന്നെത്തിയിരുന്നു. ഇപ്പോഴാണ് ഈ കഴിഞ്ഞൊരു 5-6 വർഷമേ ആയുള്ളൂ മൂന്നാമത് ഒരു മുന്നണിയെക്കുറിച്ച് അല്ലെങ്കിൽ BJP നയിക്കുന്ന മറ്റൊരു മുന്നണിയെക്കുറിച്ച് ആളുകൾ സംസാരിച്ചോ അതിനെക്കുറിച്ച് ചിന്തിച്ചോ തുടങ്ങിയിട്ട്. അതനുസരിച്ച് വോട്ട് ഷെയറും മറ്റു കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. അങ്ങനെ എപ്പോഴും പടിപടിയായി ഉയരുന്നത് തന്നെയാണ് ബലവും ശക്തിയും. ഒരു കെട്ടിടം കെട്ടുകയാണെങ്കിലും അടിത്തറ ശക്തമാക്കിയ ശേഷം മുകളിലേക്ക് കെട്ടുകയല്ലേ ഏറ്റവും ബലം. മുകളിൽ നിന്ന് തുടങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് താഴേക്കടയിൽ നിന്ന് തുടങ്ങുകയാണ്. അത് നരേന്ദ്രമോദിയുടെ വികസനവും അങ്ങനെയാണ്. താഴെത്തട്ടിലുള്ള അസംഘടിതരായ പാവപ്പെട്ടവരായ കൂലിത്തൊഴിലാളികളിൽ നിന്ന്, കർഷകരിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വികസന സങ്കല്പങ്ങൾ ആരംഭിക്കുന്നത്. അതേ രീതിയിൽ തന്നെ സംഘടനാ സംവിധാനത്തിലും അടിത്തട്ടിൽ മുതലുള്ള അതിശക്തമായ അടിത്തറ കെട്ടിക്കൊണ്ട് അടിവേരി ശക്തമാക്കിക്കൊണ്ടുള്ള ഒരു പ്രയാണത്തിൻ്റെ തുടക്കമായിരിക്കാം ഒരു വേള ഇത്. ഒരുപക്ഷെ ഈ മറ്റൊരു രീതിയിലുള്ള ഒരു വിലയിരുത്തലും വരുന്നുണ്ട്. അതായത് രാജ്യവിരുദ്ധ ശക്തികളുടെ സാന്നിധ്യം അത് കശ്മീരിൽ ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. കശ്മീരിൽ പഞ്ചാബിലും കശ്മീരിലും ഒക്കെ നിയന്ത്രണാധീനമാണ്. പക്ഷെ കേരളത്തിൽ പലപ്പോഴും ഈ റാഡിക്കലൈസേഷൻ അത് അതിര് കടന്നു പോകുന്നു. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തോടു കൂടിയൊക്കെ അതിന് ഉപരിപ്ലവമായ ചില തടസ്സങ്ങൾ വന്നുവെങ്കിലും നിയമത്തിന് പിടിക്കാൻ കഴിയാത്ത മറ്റു പല സാമൂഹിക പ്രവർത്തനങ്ങളും
ഇങ്ങനെ ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേര് നടക്കുന്നുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊക്കെ സംഘം ചർച്ച നടത്തി എന്നൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വാർത്തകൾ വന്നു. അപ്പോൾ അത്തരം ചില സംഘടനകൾ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനത്തിന് ഒരു പ്രതിപ്രവർത്തനം സംഘം ആലോചിക്കുന്നുണ്ട് എന്നുമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റമാണ്. അങ്ങനെയും നമുക്ക് വേണേൽ അതിനെ നോക്കിക്കാണാം. കാരണം തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് വലിയ ഒരു തീവ്രവാദ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് അൽ ഉമ്മ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ പേര് മാറി പല പേരുകളിൽ വരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് SDPI ഉണ്ട്. അവർക്ക് പല പല പേരുകളിൽ പല സംഘടനകളുണ്ട്. അങ്ങനെ മത തീവ്രവാദ ശക്തികൾ കേരളത്തിൽ പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും കേരളത്തിൽ പിടിമുറുക്കുന്നതായുള്ള, അല്ലെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ഇവിടെ സംഭവിക്കുന്നതായുള്ള കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്ര ഇൻ്റലിജൻസ് കൊടുക്കുകയൊന്നും വേണ്ട, RSSൻ്റെ കയ്യിൽ അതൊക്കെ ഉണ്ട്. അപ്പം അതനുസരിച്ച് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഇത്തരത്തിലുള്ള മത തീവ്രവാദ ശക്തികൾക്കെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടുത്തെ അവസ്ഥ എന്താണ്. നമുക്കിപ്പം ഒരു പ്രദേശത്ത് പോയി നോക്കിയെങ്കിൽ മാത്രമല്ലേ അവിടുത്തെ അവസ്ഥ അറിയാൻ പറ്റൂ. നമ്മൾ മറ്റൊരിടത്തുനിന്ന് നോക്കുകയോ ആരെങ്കിലും പറയുന്നത് കേൾക്കുകയോ ചെയ്യുകയല്ല. നമ്മൾ കൃത്യമായി അവിടെ ചെല്ലുന്നു, അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കുന്നു. അത് സംഘത്തിൻ്റെ ഒരു രീതിയാണ്. എന്ത് കാര്യവും നേരിട്ട് പോയി അന്വേഷിക്കുകയും നേരിട്ട് ഇടപെടുകയും ചെയ്യും. അതിപ്പോൾ പ്രധാനമന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ PM ഓഫീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നേരിട്ട് പലപ്പോഴും സംഘം ഇടപെട്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് ആ ഒരു ശക്തി കേന്ദ്രങ്ങളെ തകർക്കാനും കൂടുതൽ ശക്തി സംഘത്തിന്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് വർദ്ധിപ്പിക്കാനും ഉള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് കൂടി, അതായത് പല ലക്ഷ്യങ്ങളാണ്. പ്രധാനപ്പെട്ട 2 നമ്മളിപ്പോൾ പറഞ്ഞത്. അതല്ലാതെ സംഘത്തിനും സർസംഘചാലകനും പല ലക്ഷ്യങ്ങളും കാണും. എന്തായാലും രാഷ്ട്രധർമ്മത്തെ ചേർത്ത് വെച്ചുകൊണ്ട്, ജനങ്ങളെ സേവിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിതമായൊരു സംഘടനയാണ്. അപ്പം രാജ്യത്തെ ജനങ്ങൾക്ക് പുരോഗതിയും ഗുണവും ഉണ്ടാകുന്ന പ്രവൃത്തികൾ മാത്രമേ ചെയ്യൂ. അതിന് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദന എടുക്കും, പക്ഷേ അസുഖം മാറാനല്ലേ ഇഞ്ചക്ഷൻ. അപ്പോൾ ഇഞ്ചക്ഷൻ്റെ ഒരു നിമിഷത്തെ വേദന നമ്മൾ മറക്കുകയല്ലേ പതിവ്, നമുക്ക് വയ്യായിക മാറുക എന്നുള്ളതല്ലേ. അപ്പം ആ രീതിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടി ആയിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിൽ അടിക്കടിയുള്ള സന്ദർശനങ്ങൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. കാരണം BJP RSS പ്രവർത്തകരെ ഭൂരിഭാഗവും ഇപ്പോൾ BJP പ്രവർത്തകരാണ് എങ്കിലും സ്വയംസേവകരായിരിക്കുമല്ലോ. ഇവരെ ലിസ്റ്റിട്ട് കൊല്ലുക എന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം കേരളത്തിലാണ് ഈ സമീപഭാവിയിൽ നടന്നു വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ചയെന്നോണമാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടത്. കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കിയെടുത്തു നിന്നും RSS തുടങ്ങുകയാണോ? അത് രണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും RSSൻ്റെ ഒരു പങ്ക് ഈ നിരോധനത്തിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തമായ നടപടികളിലും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒരിക്കലും ഒരു സർക്കാർ സംവിധാനത്തിന് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല, നമുക്കറിയാതെ. തീർച്ചയായിട്ടും നാഗ്പൂരിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശവും പരസ്പരമുള്ള ചർച്ചകളും ധാരണകളും ഉണ്ടായതിനു ശേഷമായിരിക്കാം ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നത്. അപ്പം അത്തരത്തിൽ ഒരു പ്രവർത്തനം കേരളത്തിലും നടന്നുകൂടായികയില്ല. ഇത്തരക്കാരെ, ഈ ആഗോള തീവ്രവാദത്തെ ഒതുക്കണം എന്നുള്ളത് ലോക രാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ്. അപ്പം ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ആ പ്രദേശത്ത് ഇത് വളർന്നു വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എത്തി അതിനെ വേണ്ട രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ നിയന്ത്രിക്കാൻ ഉള്ള സംവിധാനം തീർച്ചയായിട്ടും RSSൻ്റെ കയ്യിലുണ്ട്. അത് ഏത് രീതിയിൽ അത് പ്രാവർത്തികമാകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഈ വളർച്ചയുടെ പടവുകൾ ഇങ്ങനെ കയറുന്നതും, ഒരു വലിയ നാഗ്പൂരിൽ ആരംഭിച്ച ഒരു ചെറിയ പ്രസ്ഥാനം ഒരു ഇന്ത്യയൊട്ടാകെ പടർന്നു പന്തലിക്കുന്നതൊക്കെ നമ്മൾ ഈ സമീപകാല ചരിത്രത്തിലൂടെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ RSSൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ സർസംഘചാലകൻ്റെ സന്ദർശനം, കൂടുതൽ ഒരു ജനകീയ അടിത്തറ ഉണ്ടാക്കുന്ന പ്രവർത്തനം, ഇതെല്ലാം തന്നെ ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു സർവസമ്മതമായ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് RSS നീങ്ങുന്നു എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും അതെ, സർവ്വസമ്മതമായിട്ട് ജനകീയമായൊരു പ്രവർത്തന ശൈലിയിലേക്ക്. അതിനകത്ത് പലതരത്തിലുള്ള പുഴുക്കുത്തുകൾ ഇടയ്ക്ക് വന്ന് വീണേക്കാം. അതിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തൂത്തെറിഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു പ്ലാനിങ്ങും പദ്ധതിയോടും കൂടി അവരുടെ രീതികൾ നടപ്പിലാക്കാൻ തീർച്ചയായിട്ടും കഴിവുള്ള സംഘടന തന്നെയാണ് RSS. അതിന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കൃത്യമായി തന്നെ ചെയ്തുകൊള്ളും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരം സന്ദർശനങ്ങൾ, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന സന്ദർശനങ്ങൾ ഒക്കെ തന്നെ നാം നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ സംഘടനാ വികാസം 100-ാം വർഷത്തിൽ മറ്റൊരു തലത്തിലേക്ക് സംഘടനയെ ഉയർത്തുക എന്നൊരു വലിയ ലക്ഷ്യം തന്നെയാണ് RSS നേതൃത്വം ഇപ്പോൾ ചുമലിലേറ്റിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതെ. നമസ്കാരം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.